ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമുക്കൊരു പൗച്ച് ഉണ്ടാക്കിയെടുക്കാം. പെൻസിലൊക്കെ ഇടുന്ന പൗച്ചല്ലേ, അങ്ങനത്തെ ഒരു പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല പീസും അതുപോലെ തന്നെ ഒരു ലൈനിങ്ങിൻ്റെ പീസുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ താഴെ വയ്ക്കുന്ന ലൈനിങ്ങിൻ്റെ അതെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു സാറ്റിൻ്റെ തുണിയാണ് താഴെ വയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ സാധാരണ നല്ലൊരു തുണിയും ഇതുപോലൊരു ക്യാൻവാസിൻ്റെ ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എന്ന് പറയാം. ലെങ്ത്ത് വന്നിട്ടുള്ളത് 12 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ടുള്ളത് 11 ഇഞ്ചും ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൽ കുറഞ്ഞ അളവെടുക്കുകയാണെങ്കിൽ ചെറിയ പൗച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം പെൻസിലൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു പൗച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സിബ്ബാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഒരു പൗച്ച് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻവിസിബിൾ സിബ്ബാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ തീരെ ചെറുതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരളവിലാണ് തയ്ക്കുന്നതെങ്കിൽ ഈ ഒരു സിബ്ബ് തന്നെ വേണം, നീളത്തിലുള്ള. നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയേണ്ടി വരും. എങ്കിലും ഈ ടൈപ്പുള്ള നീളത്തിലുള്ള സിബ്ബ് എടുക്കുക. ഇപ്പം ഞാൻ ആ ക്യാൻവാസ് ഷീറ്റ് നമ്മുടെ മെയിൻ തുണിയിലേക്ക് ഇതുപോലെ അയൺ ചെയ്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ, ആ ക്യാൻവാസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും നമ്മുടെ അവിടെ കവറായിട്ടുണ്ട്. ഒരു സൈഡ് നല്ല പീസും ഒരു സൈഡ് ലൈനിങ്ങുമാണ് വരുന്നത്. ഇനി നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. അതിൽ നീളത്തിലുള്ള ആ വശത്താണ് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. സിബ്ബ് കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് സിബിൻ്റെ എൻഡും നമ്മുടെ തുണിയുടെ എൻഡും ഒരുപോലെ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ചിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതിൻ്റെ അറ്റം ഭാഗം നമുക്കൊന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സിബിനോട് ചേർന്ന് ആ ഒരു തുണി കറക്റ്റായിട്ടിരുന്നോളും. അപ്പോൾ ഒപ്പം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബായതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും. മറ്റേ സിബ്ബാവുമ്പോൾ നമുക്കത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ തോന്നും കേട്ടോ. ഇത് ശ്രദ്ധിച്ചടിക്കണം. കാരണം ഈ കൺസീലർ സിബിന് ഇതിൻ്റെ മുകളിലൊന്നും നമുക്ക് കാണാനില്ല. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ്, അതായത് ആ സിബിൻ്റെ ഒരു സൈഡ് അവിടെ ബാലൻസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മളിതുപോലെ 1/4 ഇഞ്ച് വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സിബ്ബ് എൻ്റെ ആ ഒരു വലിക്കുന്ന അതുണ്ടല്ലോ, അത് നമ്മൾ താഴേക്ക് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. എന്നിട്ട് സിബ്ബ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ പതിച്ചടിക്കുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ വരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് അരികെ ചേർന്ന് പതിച്ചടിക്കുക. ഞാനിതിപ്പോൾ സിബ്ബ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സിബ്ബ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഊരിപ്പോവും. അപ്പോൾ അങ്ങനെ വലിക്കരുത്, അങ്ങേയറ്റം വരെ വലിക്കരുത്, സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഈ ആവശ്യമില്ലാത്ത സിബ്ബും അതുപോലെ തന്നെ ഈ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ 2 സിബ്ബും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സിബ്ബ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ആ ഫോൾഡഡ് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണാനായിട്ടാണ്. അപ്പോൾ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സിബ്ബ് ഉണ്ടല്ലോ, സിബ്ബ് ഞാനിപ്പോൾ പകുതി തുറന്നാട്ടോ വെച്ചേക്കണേ. ആ സിബ്ബ് ഇങ്ങനെ പതുക്കെ ഇതുപോലെ നേരെ ഇങ്ങനെ വെക്കുക. അപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗവും നമ്മുടെ സിബിൻ്റെ സെൻറ്ററും ഒരേപോലെ വരത്തക്കവണ്ണം വേണം വയ്ക്കാനായിട്ട്. അതിനാണ് അവിടെ ഒരു നോച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിബ്ബ് നമ്മുടെ സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്കിത് ഒപ്പത്തിന് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗമില്ല, 1/2 ഇഞ്ച്, ആ 1/2 ഇഞ്ചിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊരു 1 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്ക്വയർ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചാണ് അളവ് വരുന്നത്. അതങ്ങനെ 4 കോർണർ ഭാഗത്ത് നമ്മളിങ്ങനെ ആ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത്
അതുപോലെ ഒരു സ്ക്വയർ അവിടെ വരച്ച് വയ്ക്കുക. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഞാനത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു സ്ക്വയർ നമ്മൾ ആ വരച്ചേക്കണ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു ഹോളിൽ കൂടി കൈ ഇട്ടിട്ട് ഒന്ന് പതിച്ച് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ അങ്ങനെ പതിച്ച് വയ്ക്കുമ്പോൾ ആ മുകളിലത്തെ പീസിൻ്റെ സെൻറ്ററിൽ താഴത്തെ ആ പീസിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, രണ്ടും കൂടെ ജോയിൻ ചെയ്തേക്കണ ഭാഗം, അതതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് വരത്തക്കവണ്ണം വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലായില്ലെങ്കിലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ നോക്കുക, കണ്ടോ? മുകളിലത്തെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, താഴെ വരുമ്പോൾ 2 ഭാഗങ്ങൾ ജോയിൻ ചെയ്ത് വന്നേക്കണുണ്ടോ? ആ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കുക. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, 4 ഭാഗങ്ങളും അടിച്ചെടുക്കണം കേട്ടോ. 4 കോർണറിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുപോലെ വെട്ട് കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. അതുപോലത്തെ പെൻസില്, നമ്മുടെ നൂല്, ചോക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് വയ്ക്കാൻ വളരെ നല്ലൊരു പൗച്ചാണിത്. അപ്പോൾ വലിപ്പത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വലിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.